ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വണ്ടർ എലമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അറബിക് ക്ലാസ്സിൻ്റെ പാർട്ട് 34 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൈരള എന്ന പാഠം അതിൻ്റെ വിശദീകരണം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ പഠിച്ചാൽ തന്നെ ഈ ക്വസ്റ്റ്യൻസിന് ആൻസറൊക്കെ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. അത്രയും സിമ്പിളായ ഓരോ ആൻസേഴ്സാണ് ഈ ഓരോ ക്വസ്റ്റ്യൻസിനുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ലഭിക്കാൻ വേണ്ടി എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, എന്തായിരുന്നാലും നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. نراجع المنظومة ونكتشف السطور التي تتضمن أسماء الأديان والمعابد وننشدها. نراجع المنظومة നമുക്ക് മടങ്ങാം. അൽ മൻദൂമ ആ പദ്യത്തിലേക്ക് നമുക്ക് മടങ്ങാം, ആ ഒരു കവിതയിലേക്ക് നമുക്ക് മടങ്ങാം. നുറാജു അൽ മൻദൂമ നമുക്ക് ആ പദ്യത്തിലേക്ക് കവിതയിലേക്ക് മടങ്ങാം. വനക്തശിഫു സുതൂറ എന്നിട്ട് വരികളെ നമുക്ക് തിരഞ്ഞെടുക്കാം. അല്ലത്തി എങ്ങനത്തെ വരികളാണ്? തതമല്ലനു അസ്മാ അൽ അദിയാനി വൽ മആബീദ്. തതമല്ലനു അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അസ്മാ അൽ അദിയാനി ഓരോ മതങ്ങളുടെ പേരും, അതേപോലെ തന്നെ വൽ മആബിദി ഓരോ മതങ്ങളുടെ പേരും, അതേപോലെ തന്നെ ആരാധിക്കുന്ന സ്ഥലങ്ങളുടെ പേരും എന്തായിട്ടുണ്ട് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഓരോ വേദികൾ പറയുന്ന വരി ഏതാണെന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് അവൻഷിദുഹ അതിനെ പാടുകയും വേണം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നതാണ്. അൽ മുസ്ലിമൂന വൻ നസ്വാറ വൽ ഹനൂദ് എന്നീ പറയണ ലാസ്റ്റിൽ നിന്നിട്ട് മേൽക്ക് നാലാമത്തെ വരിയായിട്ട് വരും. അങ്ങനെ അൽ മുസ്ലിമൂന വൻ നസ്വാറ വൽ ഹനൂദ് ഫി സഈദിൻ വാഹിദിൻ ദൂന ഹുദൂദി മസ്ജിദും മിൻ മഅബദിൻ ഗൈറ ബഈദിൻ വകനീസത്തുൻ ലഹാ ഫീകി വുജൂദി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അൽ മുസ്ലിമൂന വ നസാറ വൽ ഹുനൂദ്, ഇന്ത്യൻസ്, ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്, ഫി സഈദിൻ വാഹിദിൻ ദൂന ഹുദൂദി എല്ലാവരും ഒരു മറയുമില്ലാതെ ഒറ്റക്കെട്ടിലായിക്കൊണ്ടാണ്, ഒരു മറ കൂടാതെ ഒറ്റ ഒരു മണ്ണിലാണ് എല്ലാവരും നിൽക്കുന്നത്. മസ്ജിദും മിൻ മഅബദിൻ ഗൈറ ബഈദിൻ വകനീസത്തുൻ ലഹാ ഫീകി വുജൂദി പള്ളി, അതുപോലെ തന്നെ ചർച്ച്, അതുപോലെ തന്നെ ടെമ്പിള്, അതൊന്നും ഇങ്ങനെ കുറേ ദൂരത്തല്ല, ഒക്കെ അടുത്തടുത്തായിട്ട് തന്നെയാണ് ഉള്ളത് എന്നീ രണ്ട് വരികളാണ് അതിൻ്റെ ആൻസർ ആയിക്കൊണ്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നുറാജുൽ മൻദൂമ വനുൻശിഉ മിൻഹു ഖംസത അസ്ഇലത്തിൻ. നുറാജുൽ മൻദൂമ നമുക്ക് കവിതയിലേക്ക് മടങ്ങാം. വനുൻശിഉ മിൻഹു അതിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാം. ഖംസത അസ്ഇലത്തിൻ 5 ചോദ്യങ്ങൾ നമുക്ക് എന്താവാം തിരഞ്ഞെടുക്കാം. ഓക്കെ, ആദ്യം ആ കവിത പഠിച്ചിട്ട് ആ കവിതയിൽ നിന്ന് നമുക്ക് 5 ക്വസ്റ്റ്യൻ എന്താവാം ഉണ്ടാക്കുക. അപ്പോൾ ഉദാഹരണം, ഒന്നാമത്തെ ഫസ്റ്റത്തെ 2 ലൈൻ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ആ കവിത എടുത്ത് നോക്കിയിട്ട് ഓരോന്ന് 2 ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ കൈരളം യാ കൈരളം അൻത മക്കീനി അൻത തർക്കീന ഇലൽ ഫതഹിൽ മുബീനി ഫിൽ ഉലൂമി വൽ ഫുനൂനി കുല്ല ഹീനിൻ അറാ സഅദക. ഇതിൽ പറയുന്നത് കേരളം എന്താവുന്നുണ്ട്, കുറേ ഫന്നുകളിലും കുറേ കലകളിലും അറിവിലൊക്കെ എന്തായിട്ടുണ്ട് ഉയർന്നു വരുന്നുണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചാൽ നിങ്ങൾ എന്തിലൊക്കെയാണ് കേരളം ഉയരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാക്കാം. ഫി അയ്യി മജാരിൻ തെർക്ക കൈരള ഏത് സബ്ജക്റ്റിലൊക്കെയാണ് കേരളം എന്താവുന്നത് ഉയർന്നു വരുന്നത് എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ തബ്സുമുൽ അസ്ഹാറു ഫി അഗ്സാനിക പൂക്കൾ എന്താവുന്നു, അവർ കൊമ്പിലിരുന്ന് കൊണ്ട് അവരെന്താവുന്നു പുഞ്ചിരിക്കുന്നു, എന്നിട്ട് അവരുടെ മെല്ലെ അവർ സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ചോദിച്ചാൽ എവിടെ ഇരുന്ന് കൊമ്പിലിരുന്ന് കൊണ്ടാണ് ഇവിടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ചോദിച്ചാൽ എവിടെ ഇരുന്ന് കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അയിന തബ്സുമുൽ അസ്ഹാർ പൂക്കൾ എവിടെയാണ് എന്താവുന്നത് പുഞ്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ അത് 2 ക്വസ്റ്റ്യനായി. ഇപ്പോൾ അതുപോലെ തന്നെ അയിന ഇപ്പോൾ തർക്കുസുൽ ലത്തിയാറു ഫി ബുസ്താനിക്ക് തോട്ടത്തിൽ എന്താവുന്നു പക്ഷികൾ നൃത്തം ചെയ്യുന്നു. അപ്പം കൂടെ ചോദിക്കാം അയിന തർക്കുസുൽ ലത്തിയാറ് പക്ഷികൾ എവിടെയാണ് നൃത്തം ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ
അതിന് അഞ്ചാമത്തെ ലൈന് നോക്കുകയാണ് ജംബുക്കിൽ ബഹറു വതിൽക്കൽ അൻഹുറ് വബഹൈറാത്തു വഹൂത്തും വാഫിർ. ഇതിൽ പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് പുഴയുണ്ട്, ഒരു ഭാഗത്ത് നദിയുണ്ട്, ഒരു ഭാഗത്ത് തടാകങ്ങളുണ്ട്, അതിൽ കുറേ മീനുകളുണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്നതാണ് ഇവിടെ കേരളത്തിൻ്റെ ഭാഗത്ത് എന്തൊക്കെയുണ്ട്. മാതാ നറ ബി ജംബി കൈരള, മാതാ നറ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബി ജംബി കൈരള കൈരളിൻ്റെ ഓരോ ഭാഗത്ത് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്. മാതാ നറ ബി ജംബി കൈരള കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റേ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. അൽ മുസ്ലിമൂന വൻ നസാറ വൽ ഹുനൂദ് ഫി സഈദിൻ വാഹിദിൻ ദൂന ഹുദൂദി. നമുക്ക് ചോദിക്കാം എങ്ങനെ ഇവിടെ കണ്ടില്ലേ ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ മുസ്ലിങ്ങളും എല്ലാവരും ഒറ്റ മണ്ണിലായിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്നിവിടെ പറഞ്ഞു. അപ്പം നമുക്കിവിടെ ചോദിക്കാം കൈഫ യഈശു അഹ്ലുൽ അദിയാൻ, ഓരോ മതങ്ങളുടെ മറ്റു വ്യത്യസ്തമായ മതങ്ങളിലുള്ള ആളുകൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് നമുക്ക് എന്താ അവിടെ ചോദിക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാക്കാം. കൈഫ യഈശു അഹ്ലുൽ അദിയാൻ എന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം എല്ലാത്തിനും ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് നോക്കുക. നുലാഹിദുൽ അൽഫാദൽ ആതിയ വനക്തശ്ഫു ജുമുഅഹ മിനൽ മൻളൂം. ഓക്കെ, നുലാഹിദുൽ അൽഫാദൽ ആതിയ താഴത്ത് തന്നിട്ടുള്ള ഓരോ വേർഡ്സ് ഉണ്ടാവുക, ശ്രദ്ധിക്കുക. എന്നിട്ട് വനക്തശ്ഫു നമുക്കതിനെ തിരഞ്ഞെടുക്കാം. ജുമുഅഹ ജംഅ കണ്ടെത്താം, മിനൽ മൻളൂം ഈ കവിതയിൽ നിന്ന് അതിനെ ജംഅനെ എന്താവുക കണ്ടെത്തുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യം മുഫ്രദോടെ കൊടുത്തിട്ടുണ്ട് ഏകവചനം, അതിൻ്റെ ബഹുവചനമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സഹർ പൂവ്, പൂക്കൾ. അസ്ഹാർ നമുക്കറിയാം, അൽ അസ്ഹാർ തബ്സുമുൽ അസ്ഹാർ. അസ്ഹറിൻ്റെ ജംഅ അസ്ഹാർ. അതുപോലെ തന്നെ വലദിൻ്റെ ജംഅ എന്താണ്, വിൽദാന് പറ്റും, അതേപോലെ തന്നെ ഔലാദും പറ്റും. ഓക്കെ, പിന്നെ ഹുസ്നിൻ്റെ ജംഅ അഗ്സാന്. അതേപോലെ തന്നെ തൊയ്റിൻ്റെ ജംഅ അത്യാറും പറ്റും, അതേപോലെ തന്നെ തുയൂറും എന്നും പറ്റും. ലഹനിൻ്റെ ജംഅ അൽഹാന് എന്നെന്താവും പറ്റും. അപ്പോൾ സഹറിൻ്റെ അസ്ഹാർ, വലദിൻ്റെ വിൽദാന് അല്ലെങ്കിൽ ഔലാദ്, ഹുസ്നിൻ്റെ അഗ്സാന്, അതുപോലെ തന്നെ തൊയ്റിൻ്റെ അത്യാർ അല്ലെങ്കിൽ തുയൂറ്. ഇതൊക്കെ കവിതയിലുണ്ട് കേട്ടോ, അത് നോക്കിയിട്ടാണ് പറയണേ. പിന്നെ ലഹനിൻ്റെ അൽഹാന് എന്നും എന്താവുന്ന പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ജംഅന്ന് കിട്ടിയെന്ന് കരുതുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. സഹറിൻ്റെ അസ്ഹാർ, വലദിൻ്റെ വിൽദാന് അല്ലെങ്കിൽ ഔലാദ്, മൂന്നാമത് ഹുസ്നിൻ്റെ അഗ്സാന്, നാലാമത് തൊയ്റിൻ്റെ അത്യാർ തുയൂറ്, ലഹനിൻ്റെ അൽഹാന്. ഇനി എന്താ, നുഈദ ഫിക്റതൻ ബസീതതൻ അൻ തബീഅതി കൈരള ബിസ്തിഅനാതി നിക്കാത്തി താലിയ. നുഈദു നമുക്ക് തയ്യാറാക്കാം, ഫിക്റത്തിൻ ബസീതത്തിൻ ഒരു ലളിതമായ ഒരു ഫിക്ര നമുക്ക് എന്താവാം തയ്യാറാക്കാം. ചെറിയൊരു കുറിപ്പ്, ലളിതമായ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. എങ്ങനെ, അൻ തബീഅത്തി കൈരള കേരളത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ച് ചെറിയൊരു ലളിതമായ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ബിസ്തിആനത്തി നിക്കാത്തി താലിയ താഴത്ത് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ്, താഴത്ത് തന്നിട്ടുള്ള ഓരോ ഓപ്ഷൻസ് വെച്ചുകൊണ്ടാണ് എന്താണ്ടത് അത് തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പം എങ്ങനെയാണ്, ഇത് നമുക്ക് തയ്യാറാക്കാം. ഫിക്രത്തൻ ബസീതത്തൻ ഒരു ബസീതത്തായ ഒരു ലളിതമായ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. ബിസ്തിആനത്തി നിക്കാത്തി താലിയ താഴത്ത് തന്നിട്ടുള്ള ഓരോ പോയിൻസിൻ്റെയും സഹായത്തോട് കൂടിയാണ് തയ്യാറാക്കേണ്ടത്. അപ്പം ടോട്ടൽ 6 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പോയിൻറ്റ്സിന് അങ്ങനെ പറഞ്ഞുതരാം. ഫസ്റ്റ് തൊബിഅത്തുൻ ജസാബത്തുൻ അട്രാക്റ്റീവ് നാച്ചർ. തൊബിഅത്ത് എന്ന് പറഞ്ഞാൽ നാച്ചുർ, ജസാബത്തിന് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ്. തൊബിഅത്തുൻ പ്രകൃതി, ജസാബത്തിന് പറഞ്ഞാൽ ആകർഷകമായ പ്രകൃതി. അപ്പം നമുക്ക് പറയാം ആദ്യം തന്നെ ആകർഷകമായ പ്രകൃതി അങ്ങനെയൊക്കെ വന്ന് വെച്ചിട്ട് ഓരോ ഇതുണ്ടാക്കുക. അതേപോലെ തന്നെ പിന്നുള്ളത് അത്തഖസു തൊയ്യബ്. അത്തഖസു പറഞ്ഞാൽ സീസണ്, കാലാവസ്ഥ. തൊയ്യബു നല്ലതായ കാലാവസ്ഥ. ഓക്കെ, അതുപോലെ തന്നെ സവാഹിൽ പറഞ്ഞാൽ ബീച്ചസ്. അതുപോലെ തന്നെ 4ാമത്തെ പോയിന്റ് അൻഹാറുൻ കസീറത്തുൻ കുറേ നദികൾ. പിന്നെ ജിബാലും കസീറത്തുൻ കുറേ മൗണ്ടെയിൻസ് മലകൾ.
അതുപോലെ തന്നെ അഷ്ജാറും വഫവാക്കിയും മരങ്ങളും പഴങ്ങളും. ഈ ഓരോ പോയിന്റ്സ് വെച്ച് എന്തുണ്ടാക്കണം, ഒരു ലളിതമായ ഒരു കുറിപ്പ് തയ്യാറാക്കണം. അത് നിങ്ങൾ തന്നെ തയ്യാറാക്കണം. ഇപ്പോൾ എന്താണ് അതിൽ കൈരള വിലായത്തും ഫി ജംബിൽ ഹിന്ദി, ഇന്ത്യൻ്റെ ചെറിയൊരു ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ വെച്ചിട്ട് തൊബിഅഹ, അതുപോലെ തന്നെ അത്തക്കൊസുഹു, അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ തൊയ്യിബുൻ നല്ലതാണ്, ജദാബത്തുൻ കേരളത്തിൻ്റെ ഒരു പ്രകൃതി വളരെയധികം അട്രാക്റ്റീവ് ആയതാണ്. അനക്ക് പറഞ്ഞിട്ട് എന്താവുക സവാഹിലുഹ ജദാബത്തുൻ, അതിൻ്റെ ഓരോ ബീച്ചും എന്താണ് അട്രാക്റ്റീവാണ് എന്നൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താവാം കുറേ സെൻറ്റൻസ് ഉണ്ടാക്കാം. ഓക്കെ, അത് നിങ്ങൾ തയ്യാറാക്കാം. ഇനി അഖ്താറു മിനൽ മദ്ലൂമി സുതൂറൻ തദുല്ലു അലാ, ഇതിൻ്റെ ഈ ഒരു പോയിന്റ്സിൻ്റെ മേലെ അറിയിക്കുന്ന ഓരോ വരി നമുക്ക് കവിതയിൽ നിന്ന് തിരഞ്ഞെടുക്കാം. നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, മിനൽ മദ്ലൂമി കവിതയിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം, സുതൂറൻ തദുല്ലു അലാ ഈ ഓരോ പോയിന്റ്സിൻ്റെ മേൽ അറിയിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കവിതയിൽ നിന്ന് എന്താവാം തിരഞ്ഞെടുക്കാം. ഓക്കെ, തഖദ്ദുമി കൈരള ഫിൽ ഉലൂമി വൽ ഫുനൂനി, തഖദ്ദുമി കൈരള കേരളം മികച്ചു വരുന്നു, ഫിൽ ഉലൂമി അറിവിലും വൽ ഫുനൂനി മറ്റു കലകളിലും അറിവിലും എന്താവുന്നു കേരളം മികച്ചു വരുന്നു. അതിന് യോജിച്ചത് ഇപ്പോൾ ഏത് ലൈനാണ്? ഈ ഒരു ലൈനാണ്. കൈരളം യാ കൈരളം അൻത മക്കീനുൻ അൻത തർക്കീന ഇലൽ ഫത്ഹിൽ മുബീനി ഫിൽ ഉലൂമി വൽ ഫുനൂനി കുല്ല ഹീനിൻ വറാ സഅദക യജ്ലു ഫിൽ ജബീനി എന്നൊരു പോയിന്റാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ് ജമാലു ത്വബിഅത്തി, പ്രകൃതിയുടെ ഭംഗി പറയുന്നത് ഏത് പോയിന്റാണ്? അതായത് തബ്സുമുൽ അസ്ഹാറു ഫി ഔസാനിക വയഫൂ ത്വയ്യിബു ഫി അർജായിക എന്നൊരു പോയിന്റാണ് അതിൻ്റെ ആൻസർ. തർക്കുസുൽ അത്യാറു ഫി ബുസ്താനിക വസദൽ ലഹാനു ഫി വിൽദാനിക എന്നീ രണ്ട് വരികളാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് മവാരിദു മിയാഹു കൈരള, മവാരിദു ജലസ്രോതസ് കൈരള, കേരളത്തിൻ്റെ ജലസ്രോതസ്സുകളെ കുറിച്ച് പറയുന്ന ലൈൻ ഏതാണ്? അത് നിങ്ങൾക്ക് ആ കവിതയിൽ കാണാൻ സാധിക്കുന്നതാണ്. ജംബുക്കൽ ബഹറു വതിൽക്കൽ അൻഹുർ വബഹൈറാത്തും വഹൂത്തും വാഫിറിൻ എന്നൊരു പോയിന്റാണ് അതിന് എന്തായിട്ടുള്ളത് യോജിച്ചിട്ടുള്ളത്, അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് വൽ ഉൽഫത്തു ബൈന അഹാനിൽ അദിയാനിൽ മുഖ്തലിഫത്ത, അൽ ഉൽഫത്തു ഒത്തൊരുമ, ബൈന അഹാനിൽ അദിയാനിൽ മുഖ്തലിഫത്ത വ്യത്യസ്തമായ മതങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയെക്കുറിച്ച് പറയുന്ന ലൈന് ഏതാണ്? അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അൽ മുസ്ലിമൂന വനസ്വാറ വഹനൂദ് ഫി സഈദിൻ വാഹിദിൻ ദൂന ഹുദൂദി. അപ്പോൾ എല്ലാത്തിനും ആൻസർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറിപ്പ് നിങ്ങൾ എഴുതാനുള്ളതാണ്, അതെല്ലാവരും മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താവുക ചോദിക്കുക കേട്ടോ. കുറിപ്പിലെ ഓരോ പോയിന്റ്സും എനിക്ക് എഴുതണ്ടേ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ എന്താ ഒറ്റയ്ക്ക് എഴുതുക. എല്ലാത്തിനും ആൻസർ ഞാൻ ഇപ്പം കുറിപ്പ് ഞാൻ കുറച്ച് മുമ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ഇപ്പോൾ പറഞ്ഞു തരാൻ കഴിയൂലല്ലോ. എക്സാമിന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എഴുതാൻ എന്താവില്ല, പിന്നെ കഴിയൂല. അതുകൊണ്ടാണ് നിങ്ങളോട് ഒറ്റയ്ക്ക് എഴുതാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തെറ്റാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇന്നെന്താവുക പരമാവധി ഒറ്റയ്ക്ക് തന്നെ എഴുതിയാണ്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓരോ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് എന്താവുക ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താവുക ലൈക്ക് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്താവുക താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ എന്താവുക കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. അസ്സലാമു അലൈക്കും.